ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം സൂചിപ്പിച്ചു പോകാനുണ്ടായിരുന്നു. അതായത് ഈ നമ്മൾ കടമെടുക്കുന്നത് മാത്രമല്ല പ്രശ്നം, കടക്കെണിയിലേക്ക് മാറുന്നു എന്നുകൂടി കേന്ദ്രം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ നമ്മൾ കേസിന് പോകുന്നു. 14ാം ധനകാര്യ കമ്മീഷൻ പലിശ ഇനത്തിൽ നൽകുന്ന തുക റവന്യൂ വരുമാനത്തിന്റെ 10% അധികമാകരുത് എന്നൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. നമ്മുടെ ആകെ റവന്യൂ വരുമാനത്തിന്റെ 10% കൂടുതലാകരുത് നമ്മുടെ കടമെന്നല്ല, നമ്മൾ പലിശ ഇനത്തിൽ കൊടുക്കുന്ന തുക എന്ന് പറയുന്നത്. നമ്മൾ 10 രൂപ കടമെടുക്കുകയാണെങ്കിൽ 1 രൂപയിൽ കൂടുതലാകരുത് നമ്മൾ പലിശ കൊടുക്കുന്ന തുക എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കൊടുക്കുന്നത് ഏതാണ്ട് 19.98%, അതായത് 20%. 10 രൂപയാണ് നമ്മുടെ ആകെ വരുമാനമെങ്കിൽ 2 രൂപ നമ്മുടെ കടമോ 2 രൂപ നമ്മുടെ കടം വീടലോ അല്ല, 2 രൂപയാണ് നമ്മൾ പലിശ ഇനത്തിൽ കൊടുക്കുന്നത് എന്ന് പറയുന്നത്. നമ്മുടെ ധനകാര്യ മാനേജ്മെന്റ് ഈ പറയുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് കണക്ക് ശരിയാണെങ്കിൽ അതൊരു വമ്പൻ പരാജയമാണ് എന്നതിന് മറ്റെന്തെങ്കിലും തെളിവ് വേണോ? മധു, അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗവൺമെന്റ് എടുത്ത കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്ന് അതിനുശേഷം 10-15ഓളം ഗവൺമെന്റ് 10-18ഓളം ഗവൺമെന്റ് മാറി മാറി വന്ന് മുഴുവൻ ഗവൺമെന്റുകളുടെയും കടമാണ്. അതായത് കേരള രൂപീകരണത്തിന് ശേഷമുള്ള മുഴുവൻ കടത്തിന്റെയും പലിശയാണ്. ഞാൻ പറയുന്നത് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് എന്നുള്ളതാണ്. ഇപ്പോൾ പോട്ടെ, ഏറ്റവും കുറഞ്ഞ 5 വർഷം വേണ്ടി ഇപ്പോൾ തുടർഭരണമാണല്ലോ, അപ്പൊ കൂടുതൽ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് എന്ന് വിചാരിക്കാം. മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ഇടത് സാമ്പത്തിക നയങ്ങളുടെ വിജയമാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടല്ലോ അല്ലെ? കേരള മോഡൽ ഇടതുപക്ഷത്തിന്റെ വലിയ സംഭാവനയാണെന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇപ്പൊ ഭരിക്കുന്ന സർക്കാർ എന്ന രീതിയിൽ കേരളത്തിന്റെ ധന മാനേജ്മെന്റ് ഈ പറയുന്ന 10 രൂപയിൽ 2 രൂപ പലിശ കൊടുക്കുന്ന മാനേജ്മെന്റ് ആണെങ്കിൽ അത് പരാജയമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തെക്കാൾ കൂടുതൽ കടം എടുത്തിരിക്കുന്ന, കടത്തിന്റെ തോതിലുള്ള പലിശ കൊടുക്കുന്ന 8 സംസ്ഥാനങ്ങൾ ഈ ഇന്ത്യയിലുണ്ട്. അന്ന് വെച്ചിട്ട് കേരളത്തിന്റെ നല്ല പൊസിഷനാണെന്നല്ല ഞാൻ സൂചിപ്പിച്ചത്. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ 27 വർഷം മാത്രമാണ് LDF ഭരിച്ചത്. 42 വർഷത്തോളം ഈ കേരളം ഭരിച്ചത് UDF ആണ്. കടം എടുക്കാതെ ബഡ്ജറ്റിന് പുറത്തുള്ള വൻകിട വികസന പ്രവർത്തനങ്ങൾ നടക്കില്ല. ഏതു വികസിത രാജ്യമാണെങ്കിൽ പോലും കടമെടുത്ത് ഭാവിയിലേക്കുള്ള പശ്ചാത്തല വികസന രംഗങ്ങൾ നന്നായി മുന്നോട്ട് പോയാൽ മാത്രമേ ഭാവി വികസനം കരുപ്പിടിപ്പിക്കാൻ പറ്റൂ. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പശ്ചാത്തല വികസന സൗകര്യ രംഗത്ത് 1.1%. അപ്പൊ നമ്മൾ കടം എടുക്കുന്നുണ്ട്, കടം നമുക്ക് എടുക്കാവുന്നതിന്റെ പരമാവധി എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് 1.1% ആ പറയുന്ന കള്ളമല്ലേ അരുൺ? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കേരളത്തിൽ ഈ ദേശീയപാതയുടെ വികസനം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. 28 സംസ്ഥാനങ്ങളിൽ 27 സംസ്ഥാനങ്ങളിലും ദേശീയപാതയ്ക്ക് വേണ്ടി പൂർണ്ണമായി പണം ചെലവഴിച്ചത് കേന്ദ്ര ഗവൺമെന്റ്. 5580 കോടി രൂപ കിഫ്ബി വഴി കണ്ടെത്തി ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചില്ലായിരുന്നെങ്കിൽ ഈ കേരളത്തിൽ ദേശീയപാതയുടെ പണി ആരംഭിക്കാൻ കഴിയുമായിരുന്നു. ഈ കിഫ്ബിയെ തള്ളി പറയുന്ന UDFന്റെ പ്രതീതി മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഒരിക്കലും കേരളത്തിൽ കിഫ്ബി പണം നിക്ഷേപിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും ആരോപിക്കുന്നുണ്ട്. കിഫ്ബിയിൽ നിന്നെടുത്ത പണമാണ് ഏതാണ്ട് 5000 കോടിയോളം നമ്മുടെ ദേശീയപാത വികസനത്തിന് കേരളം ചെലവാക്കിയത് എന്നുള്ളത് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്.